ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ബി ഡാൻസ് മാരത്തോൺ. അതെ, ഡാൻസ് മാരത്തോണിൽ എല്ലാവർക്കും ഓരോരോ വേഷങ്ങൾ കൊടുത്തിരിക്കുകയാണ്. വിവിധ സിനിമകളിലെ അതിന് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ രേവതിയുടെ ക്യാരക്ടറാണ് കിലുക്കത്തിൽ. എനിക്ക് തോന്നുന്നു അനുമോളാണെങ്കിൽ തകർക്കുകയാണ് അതിനകത്ത് ചെയ്യുന്ന. എനിക്ക് കല്യാണം കഴിക്കണം, ഞാൻ ആരെയും കല്യാണം കഴിക്കണം, വെച്ച പൊയ്യിൻ്റെ മണം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, സർക്കസ് എന്നൊക്കെ പറഞ്ഞ് ഇളക്കി മറിഞ്ഞ് ഡാൻസ് കളിച്ച് ആ വീട് മുഴുവൻ ഓടി നടക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ നന്നായിട്ട് തകർത്ത് വരുന്നുണ്ട് ഈ ടാസ്ക്. അതേപോലെ ആര്യനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് നന്നായിട്ട്. അതോടൊപ്പം നമ്മുടെ സാബുമാനാണ് ഭൂതമായിട്ടാണ്. സാബുമാൻ നല്ല വ്യക്തമായിട്ട് നല്ല വൃത്തിക്ക് കളിച്ച് എന്നാ പറയുക ഓടി നടന്ന് ആ വീട് മുഴുവൻ ഇളക്കി മറിച്ചൊരു ടാസ്ക്. ഇവർ 3 പേരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത്. അവിടെ നൂറ് നമ്മുടെ കാർത്തുബിയായിട്ടാണ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഒട്ടും കളിക്കാതെ എനിക്ക് തോന്നുന്നത് അക്ബറാണ്. അക്ബർ ശരിക്കും പറഞ്ഞാൽ മിന്നൽ മുരളി ഒന്നും ചെയ്യാതെ ഒരിടത്ത് വെറുതെ നിൽക്കുന്ന മിന്നൽ മുരളി, ഞാനൊന്നും ചെയ്യില്ല മിന്നൽ മുരളി ആയതുകൊണ്ടെന്ന് പറയും. അനീഷ് പിന്നെ ജോക്കറായിട്ടുണ്ട്. പക്ഷേ അനീഷ് എപ്പോഴും ക്യാരക്ടർ വിട്ടു പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഡാൻസ് കളിക്കും, പാട്ട് വരുമ്പോൾ മാത്രം ഡാൻസ് കളിക്കും, പിന്നെ സ്വന്തം ഇതിലേക്ക് പോകും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയല്ല, എപ്പോഴും പറഞ്ഞാൽ ആ ടാസ്ക് തരുന്നത് വരെ ആ ക്യാരക്ടർ പിടിച്ചു വെക്കണം. പിന്നെ ആതിരയ്ക്ക് എന്താണെന്നോ ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഒരു കഷായ വേഷവും കിട്ടി ഇങ്ങനെ നടക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ എന്താ പറയുക, നമ്മുടെ സാബുമാൻ കളിക്കുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റിയൊരു വ്യക്തിയായിരുന്നു സാബുമാൻ കേട്ടോ. വേറെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. സാബുമാനെ എടുത്തു പറയണം. അതേപോലെ ഷാനവാസ് നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് എനിക്ക് ഒന്ന് ഗെയിം കളിച്ചു, ഡാൻസ് പാട്ട് വന്നപ്പോൾ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം എന്നാ പറയുക ഓരോരുത്തരുടെ ഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആദിലയും ലക്ഷ്മിയാണ് ഒട്ടും ശരിയാകാതെ പോയതെന്ന് തോന്നുന്നു. ലക്ഷ്മി പിന്നെയും ഡാൻസൊക്കെ കളിച്ച് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത്രയും അങ്ങ് എത്തുന്നില്ല. എന്തായാലും നല്ലൊരു ടാസ്ക്കാണ്. എല്ലാവരും ടാസ്ക് തൂക്കിയിട്ടുണ്ട്. അടിപൊളി ടാസ്ക് ആയിരുന്നു ബി ഡാൻസ് മാരത്തോൺ. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു. എന്തായാലും ഇത്തവണയും അത്